എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ ഡോക്ടർ വിനയൻ ചുനക്കരയാണ്. ഇപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് 1200 ആണ്ട്, അതായത് പുതുവർഷത്തിലെ ചിങ്ങമാസത്തിലെ ഫലം എന്താണ്, അത് മേടക്കൂറുകാർക്ക് എങ്ങനെയായിരിക്കും പുതുവർഷം എന്നാണ്. അപ്പോൾ മേടക്കൂറെന്ന് പറയുന്നത് അതായത് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ പാദം ചേരുന്നതാണ് മേടക്കൂറ്. അതായത് 2024 ഓഗസ്റ്റ് മാസം 17-ാം തീയതി മുതൽ 2025 ഓഗസ്റ്റ് മാസം 16-ാം തീയതി വരെയാണ് ഉള്ള ഫലമാണ് ഈ പറയുന്നത്. അതിൻ്റെ സാമാന്യ ഫലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ രാശിയായ മേടൻ രാശിയുടെ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ മേടൻ രാശിയിൽ ഞാൻ പറഞ്ഞല്ലോ, അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രങ്ങളാണ് വരുന്നത്. അപ്പം 2-ാം ഭാവത്തിൽ വ്യാഴവും 11-ാം ഭാവത്തിൽ ശനിയും 12-ാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലമാകയാൽ ദ്രവ്യലാഭവും ശത്രുക്ഷയവും സ്ത്രീസുഖം എന്നിവയുണ്ടാകും. അപ്രതീക്ഷിതമായി ചെലവുണ്ടാകും. എന്നാൽ ആദിയും അപകടവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സന്തോഷപ്രദമായ കുടുംബജീവിതം ഉണ്ടാകും. ദാനാദി സത്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രാർത്ഥനയും ക്ഷേത്രദർശനവും ഒക്കെ വളരെ ദോഷഫലങ്ങളൊക്കെ നമ്മളിൽ നിന്ന് ഇല്ലാതാക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ രാശിയിൽ നോക്കുകയാണെങ്കിൽ ഈ മേടക്കൂറുകാർക്ക് ചിങ്ങമാസം പൊതുവെ ആരോഗ്യ നിലയിലൊക്കെ ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്തുവാനും ശത്രുക്കളുമായുള്ള പിണക്കമൊക്കെ ഒഴിഞ്ഞ് നിവൃത്തി ഉണ്ടാകുവാനും രോഗശമനം ഒക്കെ വന്നു ചേരുന്ന ഒരു മാസമാണ്. ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായി തീരുകയും ഉന്നത സ്ഥാനമാനങ്ങൾ കൈവരിക്കാനും അതുപോലെ തന്നെ ഉജ്ജ്വലമായ സ്ഥാനങ്ങളൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഉയർച്ചയ്ക്കൊക്കെ പറ്റിയ ഒരു മാസമാണ് മേടക്കൂറുകാർക്ക് ചിങ്ങമാസം. അതുപോലെ തന്നെ എന്നാൽ കന്നിമാസം അത്ര ഉത്തമമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ചില രോഗ ദുരിതങ്ങളൊക്കെ നമ്മളെ അലട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പുത്രദുഃഖം, കലഹം, സ്വസ്ഥത നഷ്ടപ്പെടൽ അതുപോലെ സ്ത്രീകളെ കൊണ്ട് തന്നെ ഉള്ള ബുദ്ധിമുട്ടുകൾ, ഉപദ്രവങ്ങളൊക്കെ വന്നു ചേരാനും സാധ്യതയുണ്ട്. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തുലാമാസത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ തുലാമാസത്തിൽ നമുക്ക് വലിയ ദുഃഖവും സുഖവും ഇടകലർന്ന ഒരു സമയമായിട്ടാണ്. അല്പം വിഷമതകളൊക്കെ സൃഷ്ടിക്കുമെങ്കിലും എന്നാൽ അത് കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു മാസമാണ് പുതുവർഷത്തിലെ തുലാമാസം. പലവിധ രോഗങ്ങൾ കഷ്ടത അനുഭവിക്കേണ്ടി വരുന്നതായിട്ടും എന്നാൽ അതിന് നേരിയ തോതിലൊക്കെ ശമനം വരുന്നതും സമയമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ വൃശ്ചിക മാസത്തിൽ ഈ കഫസംബന്ധമായിട്ടും നെറു സംബന്ധമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മത്സരങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ അത് വിജയം കൈവരിക്കാൻ അല്പം പ്രയാസം ഉള്ള സമയമായിട്ട് കാണുന്നു. എന്നാൽ അടുത്ത ധനുമാസം ശ്രേഷ്ഠമായ കർമ്മ ഫലസിദ്ധിയൊക്കെ ഉണ്ടാകും. ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടുന്നതും സമയമാണ്. അതുപോലെ തന്നെ ആഭരണ ലാഭവും ധനലാഭവും ഒക്കെ ഉണ്ടാകുന്നു. സന്താനങ്ങളുടെ ദുഃഖാനുഭവങ്ങളും എന്നാൽ അവരുടെ കാര്യങ്ങൾ ഉയർച്ചയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമായിട്ട് കാണുന്നു. മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് മാറിക്കിട്ടും. നിലവിൽ ഉണ്ടായിരുന്ന കേസും മറ്റുമൊക്കെ ഉണ്ടായിരുന്നതിലൊക്കെ ഒരു തീർപ്പ് കൽപ്പിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ വിവാഹബന്ധത്തിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ പറ്റും. അങ്ങനെയുള്ള ഒരു കാലമാണ്. ബന്ധുക്കളുമായിട്ടുള്ള വിരോധമൊക്കെ ഒരു പരിധിവരെ കുറയാൻ പറ്റിയ ഒരു കാലമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ പുതുവർഷം നിങ്ങളുടെ അതായത്
കുറേ കാലമായിട്ട് മുടങ്ങിക്കിടന്ന വീട് പണികളൊക്കെ പുനരാരംഭിക്കുവാനും കഴിയും. അതായത് മാതാപിതാക്കൾക്ക് രോഗങ്ങൾ അലട്ടുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരുന്ന ഒരു കാലവുമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ നമുക്ക് കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുന്നതൊക്കെ വളരെ, അതായത് ശിവക്ഷേത്രത്തിലെ ദർശനവും മഹാദേവന് ജലധാര കഴിക്കുന്നതും മൃത്യുഞ്ജയവും ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. രോഗദുരിതങ്ങളൊക്കെ ഒന്നൊഴിഞ്ഞ് കിട്ടുന്നതിന് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ ആഹാരത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ടുകൾ വന്നു ചേരും. ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു കാലമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവം വേണം. ഈ മേലുദ്യോഗസ്ഥരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് അംഗീകാരമൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വേണം അത് പ്രസൻറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ ധനവും ഒക്കെ ധനാഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. എന്നാൽ വർഷത്തിൻ്റെ അവസാന ഭാഗം വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. വാസസ്ഥാനങ്ങൾ ഗ്രഹങ്ങളൊക്കെ വാങ്ങിക്കുവാനും ഗ്രഹങ്ങളും ഫ്ലാറ്റുകളൊക്കെ വാങ്ങിക്കുവാനും അതുപോലെ തന്നെ സന്തതികൾക്ക് ഉയർച്ച ഉണ്ടാകാനും മംഗളകാര്യങ്ങളൊക്കെ നടക്കുവാനും ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന വിരോധങ്ങളൊക്കെ പറഞ്ഞു തീർക്കുവാനും ഒക്കെ അനുകൂലമായ സമയം. വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ല കാലമാണ്. എങ്കിലും കൂടുതൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാലം കൂടിയാണ് ഇത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം. അതുപോലെ തന്നെ ഈ പല സ്നേഹബന്ധങ്ങൾക്കും വിള്ളലുകൾ വരാൻ പറ്റിയ ഒരു കാലമാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ കൂട്ടുകെട്ടുകളിലൊന്നും കുഴപ്പമുണ്ടെന്നല്ല, അതായത് ചീത്ത കൂട്ടുകളിലൊന്നും ചെന്ന് പെടാതെ വളരെ ശ്രദ്ധിക്കണം. കാര്യത്തിൽ പ്രത്യേകിച്ച് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇപ്പോഴത്തെ ഒരു കാലഘട്ടം അതനുസരിച്ച് നമ്മൾ ശ്രദ്ധിച്ചു പോയില്ല എങ്കിൽ നമ്മളെ അപകടം ഉണ്ടാക്കും എന്ന രീതിയിലേക്ക് നമ്മൾ പോകും. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അത് ശരിക്കും ജാതകവശാൽ അല്ലെങ്കിലും വർഷഫലമല്ലെങ്കിലും അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു കാലഘട്ടം വളരെ ശ്രദ്ധിച്ച് പോകണം. അതിൻ്റെ കൂടെ നിങ്ങളുടെ സമയവും വളരെ മോശമാണ്. അപ്പോൾ അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മേൽഗതി ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ നിരന്തരം പ്രശ്നങ്ങൾ ആയിരിക്കും. രോഗശമനമൊക്കെ വർഷാവസാനത്തോടുകൂടി രോഗശമനമൊക്കെ വന്നു ചേരും. അതുപോലെ തന്നെ ഈ ഭാര്യയും സന്തതികളും ഒക്കെ ആയിട്ട് കലഹിച്ച് നിൽക്കുന്നവരുടെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.